അനന്തൻകാട് സിനിമയുടെ വിശേഷങ്ങളുമായി സംവിധായകൻ ജി എൻ കൃഷ്ണകുമാർ, ആക്ടേഴ്സായ ആര്യ ആൻഡ് ഇന്ദ്രൻസ്. അനന്തൻ കാടെന്ന് പറയുന്നത് എല്ലാവരുടെ ഉള്ളിലും ഒരു കാടും ഒരു വന്യതയൊക്കെ ഉണ്ട്. സോ അതായത് ബേസിക്കലി ഇറ്റ്സ് എ പ്രോപ്പർ ആക്ഷൻ ഡ്രാമ. എപ്പോഴും പുള്ളിച്ചേട്ടൻ്റെ സ്ക്രിപ്റ്റുകൾ അറിയാലോ, പറയേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. പുള്ളിച്ചേട്ടൻ എപ്പോഴും പറയും, എനിക്ക് പറയണമെന്നുള്ളത് തോന്നുന്നതേ ഞാൻ പേപ്പർ എടുത്ത് എഴുതാറുള്ളൂ. മുരളിച്ചേട്ടൻ ആദ്യം വിളിക്കുന്ന ഒരാൾ ഇന്ദ്രൻ ചേട്ടനാണ്. എല്ലാ പടങ്ങളിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു ക്യാരക്ടർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾ കാണുമ്പോൾ, പടത്തിൽ കാണുമ്പോൾ ആ റിയൽ ഒരു ലൈഫ് കൊടുത്ത പോലെ ഉണ്ടാവും. ഇപ്പോഴും അങ്ങനെ കിട്ടുന്നുണ്ട്. മറ്റേ അങ്ങനെ അല്ലായിരുന്നു, കിട്ടുന്നുണ്ട്. ഈ അനന്തൻകാട് എന്ന സിനിമയുടെ ഒരു കോർ കൺസെപ്റ്റ് എന്തായിരിക്കും? അതെങ്ങനെയാണ് രൂപപ്പെടുത്തിയത് സംവിധായകനും? ഇതിൻ്റെ കണ്ടന്റ് വൈസോ അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസോ സിനിമ എന്താണെന്നുള്ളത് അത്ര റിവീൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള സമയമാണ്. അറിയാലോ, എല്ലാവരുടെയും പോലെ തന്നെ സിനിമ എന്താണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇതൊരു 80s എൻഡിലും 90s ബിഗിനിങ്ങിലും 89, 90, 91 ആ കാലഘട്ടത്ത് തിരുവനന്തപുരത്ത് കിടക്കുന്നൊരു കഥയാണ്. അപ്പോൾ ആ സമയത്ത് കേരളത്തിലായാലും ഇന്ത്യയിലായാലും ഒരുപാട് പ്രശ്നങ്ങൾ നടന്നിരുന്നൊരു സമയമാണ്. അതുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ആ സമയത്തുണ്ടായിരുന്ന ജീവിച്ചിരുന്ന തിരുവനന്തപുരത്ത് നമുക്ക് കുട്ടിക്കാലത്ത് നമ്മൾ കണ്ടിട്ടുള്ള കുറേ ആളുകളുടെ ജീവിതങ്ങളാണ് ഈ സിനിമയിൽ പറയുന്നത്. പക്ഷേ തിരുവനന്തപുരം മാത്രമല്ല, പല ടെറൈനിലേക്ക് അവിടുന്ന് കഥ വികസിക്കുന്നുണ്ട്. അതാണോ ഈ അനന്തൻ കാട്? അല്ല, അനന്തൻ കാടെന്ന് പറയുന്നത് എല്ലാവരുടെ ഉള്ളിലും ഒരു കാടും ഒരു വന്യതയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കഥാപാത്രങ്ങളിൽ ഒരുപാട് കഥാപാത്രങ്ങൾ വരുമ്പോൾ ആ കഥാപാത്രങ്ങളുടെ ഉള്ളിലുള്ള ഒരു വന്യതയാണ് ഇൻഡയറക്റ്റായിട്ട് ഇതിൽ പറഞ്ഞിട്ടുള്ളതെങ്കിലും ഒരു പുരാതന കാലത്തെ തിരുവനന്തപുരത്തിൻ്റെ പേരാണ് അനന്തൻകാട്. അനന്തൻകാട് എന്നൊരു പേരുണ്ടായിരുന്നു പണ്ട്. അപ്പോൾ അതാണ് അനന്തൻകാടെന്ന് ഇടാൻ കാരണം. ആര്യ ഈ ക്യാരക്ടറിലേക്ക് അല്ലെങ്കിൽ ഈ പ്രോജക്റ്റിലേക്ക് അട്രാക്ട് ചെയ്തൊരു ഫാക്ടർ എന്തായിരിക്കും? അട്രാക്ട് ചെയ്ത ഫാക്ടർ വന്നിട്ട് സ്ക്രിപ്റ്റാണ്. മുരളി ഗോപി സാറിൻ്റെ സ്ക്രിപ്റ്റും ഒരു വന്ന് വൺ ലൈനിലായിട്ട് പറയുമ്പോൾ ഐ വാസ് വെരി ഇംപ്രസ്ഡ് വിത്ത് ദ വൺ ലൈൻ ഐഡിയ. സോ അത് സ്ക്രിപ്റ്റായി ഫോം ആയതിനു ശേഷം ഇറ്റ് വാസ് വെരി ഇൻട്രസ്റ്റിംഗ്. ഒരു പ്രോപ്പർ ഒരു ആക്ഷൻ ഡ്രാമയിൽ ഒരു ഫസ്റ്റ് ടൈം ഒരു മലയാളം പടം ഫുള്ള് ഒരു ഹീറോ ആയിട്ട് അഭിനയിക്കാനുള്ള ഒരു ചാൻസ് പോലെ എനിക്ക് തോന്നി. സോ അതിൽ വലിയൊരു ഒരു തമിഴ് ക്യാരക്ടറായിട്ടാണ് ഈ പടത്തിൽ വരുന്നത്. സോ ഈ തമിഴ് ക്യാരക്ടർ ട്രിവാൻഡ്രം വരുന്നതാണ് കഥ. സോ അത് വന്നതിന് ശേഷം അവിടെയുള്ള ക്യാരക്ടേഴ്സിൻ്റെ കൂടെ നടക്കുന്ന സംഭവങ്ങൾ, അതിൻ്റെ സ്റ്റോറി, അതിൻ്റെ ഇമോഷൻസ്, അതിൻ്റെ റിയാക്ഷൻസ്, അവിടെ നടക്കുന്ന പൊളിറ്റിക്കൽ ബാക്ക്ഡ്രോപ്പിൻ്റെ എഫക്റ്റ്, അതെങ്ങനെ അവിടെ ഈ ക്യാരക്ടേഴ്സിനെല്ലാം ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. സോ അതായത് ബേസിക്കലി ഇറ്റ്സ് എ പ്രോപ്പർ ആക്ഷൻ ഡ്രാമ ആണ് ഈ പടം. സോ ഐ ഫെൽറ്റ് ഇതായിരിക്കും ഒരു നല്ലൊരു പ്രോജക്റ്റ്. ചെറിയ ക്യാരക്ടേഴ്സും ഇതിനു മുമ്പ് മലയാളത്തിൽ ചെയ്തിട്ടുണ്ട്. ഒരു ഫുൾ ഫ്ലെജ്ഡ് ആയിട്ട് ഒരു ഹീറോ ആയിട്ട് ഒരു പടം ചെയ്യാൻ ഐ തോട്ട് ദിസ് വിൽ ബി ദ റൈറ്റ് ഫിലിം. ചെറിയ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാലും ആ ചെയ്ത ക്യാരക്ടേഴ്സിനെല്ലാം വ്യക്തമായിട്ട് ഫാൻസും ഒക്കെ ഉള്ളതാണ്. പ്രത്യേകിച്ച് ഡബിൾ ബാരലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് അതിന് നല്ല മഞ്ജുനാട്ടെ ക്യാരക്ടേഴ്സിനൊക്കെ വേറെ തന്നെ ഒരു ഫാൻ ബേസ് ഉണ്ട്. അതിലെ ഡയലോഗ്സിനും അതുപോലെ തന്നെ ഉറുമിയിലെ ക്യാരക്ടർ. ഇപ്പോൾ ആരുടെ ഒരു ഫിലിമോഗ്രഫി നോക്കിക്കഴിഞ്ഞാൽ അതിലിപ്പം ബാല സിനിമകളിൽ ഭയങ്കര ഇന്റൻസ് ആയിട്ടുള്ള പെർഫോമൻസ് ചെയ്യുന്ന ഒരാൾ, സന്താനത്തിനൊപ്പം കോമഡികൾ നല്ലപോലെ ചെയ്യുന്ന ഒരാൾ, റൊമാൻസ് നല്ലപോലെ കൈകാര്യം ചെയ്യുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ പല ജോണറുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരു കംഫോർട്ട് സോൺ അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു ജോണർ എന്ന് തോന്നിയിട്ടുള്ള ഏതെങ്കിലും ഒരു സ്പേസ് ഉണ്ടോ? ഒരു കംഫോർട്ട് സോൺ എന്ന് നമുക്ക് പറയാം. കംഫർട്ട് സോൺ എന്ന് വെച്ചാൽ എനിക്ക് പൊതുവെ ഒരു ഡ്രാമ അങ്ങനത്തെ ഒരു ഫിലിം എന്ന് ഐ പേഴ്സണലി ലൈക്ക് ടു വാച്ച്. ഐ എം കംഫർട്ട് വിത്ത് എവറിഥിങ്. ബട്ട് എൻ്റെ പ്രിഫറൻസ് എന്ന് ചോദിച്ചാൽ ഐ ലൈക്ക് മോർ ഓഫ് ഡ്രാമ ആൻഡ് കോമഡി. ഇന്ദ്രൻ സാറിന്റെ ഒരു കഥാപാത്രം അത് എങ്ങനെയായിരിക്കും? നമ്മൾ ഈ മാലിക്കിലൊക്കെ കണ്ട പോലെ ഒരല്പം നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു ഇച്ചിരി സ്വല്പം വില്ലത്തരൊക്കെ ഉള്ളൊരു കഥാപാത്രമാണോ? എന്താ അതിൻ്റെ ഒരു? അങ്ങനെയല്ല, അത് എനിക്ക് തോന്നുന്നു നമുക്ക് തിരുവനന്തപുരത്തിൻ്റെ കുറേ മുമ്പുള്ള കേട്ടുകഴിവൊക്കെ വെച്ച് ഒരു പ്രദേശത്തൊക്കെ ഉള്ള ആൾക്കാർ പലരും ആരൊക്കെ നിയന്ത്രിക്കുന്നുണ്ട്. കുറേ അവരറിയാതെയും അവർ ചെന്ന് പെടുന്നതും പെട്ടിട്ട് നൂരാൻ പറ്റായിക അങ്ങനെയൊക്കെ ഉണ്ട്.
അത് അവിടെ തുടങ്ങി അവിടെ നിൽക്കുന്നില്ല, അത് ദേശങ്ങൾ താണ്ടി താണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് അങ്ങനെ ഒരു ഭയങ്കര കൊലഷ്ട പിടിച്ച ഒരു കഥയും കൂടി ചരിത്രവും കൂടെയാണത് മുരളി സാർ പറയുന്നത്. അപ്പോൾ അത് അങ്ങനെ വില്ലൻ ക്യാരക്ടറാണ്, വില്ലൻ എല്ലാവരും എന്നും പറയാം, എന്നല്ല അതല്ല താനും ആർക്കും വിട്ടു പറയാൻ പറ്റാത്ത. അതെ, അത് അങ്ങനത്തെ ഒരു, എനിക്ക് ശരിക്കും കഥ പറഞ്ഞപ്പോഴത്തേക്ക് വേറെ ആരുടെയോ ഒരു ക്യാരക്ടറാണ് പറയണമെന്ന് വിചാരിച്ചു. അത്ര ഇച്ചിരി തടി ഒക്കെ ഉള്ളവരാരും ചെയ്യേണ്ടതല്ലേ എന്നൊക്കെ മനസ്സിൽ തോന്നിയതാ. പക്ഷെ ആ ഫീൽ കൊടുക്കാൻ പറ്റുന്നില്ലേ ആ പെർഫോമൻസ് കൊണ്ട്? അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ സ്ക്രിപ്റ്റ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത്, അതിൻ്റെ ഒരു കഥ ഡിസ്കഷൻ സമയത്തെ ഈ കഥാപാത്രങ്ങൾ രൂപപ്പെട്ടു വരുമ്പോൾ ഇതിനകത്ത് കുറച്ച് ആളുകൾ ഇവർ തന്നെ വേണമെന്ന് തോന്നിയിരുന്നു. അതിലാദ്യം തോന്നി, ഇപ്പോൾ ആര്യ സാറ് ഇതിൻ്റെ വെരി ബിഗിനിങ്ങിലുണ്ട്. നമ്മൾ ഈ തോട്ട് വരുമ്പോഴും ഇങ്ങനൊരു സിനിമ വരുമ്പോഴും ആര്യ സാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് സ്റ്റേജിൽ ഫസ്റ്റ് ഇത് ഇന്ദ്രൻ സേട്ടനാണ് വേണ്ടത്. ആക്ച്വലി ഞാൻ മുരളിച്ചേട്ടൻ ഒരു ടേബിളിന് അപ്പുറം ഇപ്പുറം ഇരുന്നിട്ട് ഈ ക്യാരക്ടർ ഫൈനൽ ചെയ്യുന്ന സമയത്ത് മുരളിച്ചേട്ടൻ ആദ്യം വിളിക്കുന്ന ഒരാൾ ഇന്ദ്രൻ ചേട്ടനാണ്. ഞങ്ങളുടെ മുമ്പ് ഞങ്ങൾ അപ്പോൾ വിളിക്കുകയാണ്, ഇന്ദ്രൻ ചേട്ടൻ ഞങ്ങളിങ്ങനെ ഒരു പടം, അല്ലേ ചേട്ടാ, ഒരു 8-10 മാസം മുമ്പ്, ഇതിൻ്റെ ഷൂട്ടിന് ഒരു ഏകദേശം ഒരു 1 year മുമ്പ് വിളിച്ച് പറയുകയാണ്, ഇങ്ങനെ ഇന്ദ്രൻ ചേട്ടൻ ഈ സിനിമ ചെയ്യണം, ഇങ്ങനെ ഒരു സിനിമ നമ്മൾ ചെയ്യുന്നു. ഇന്ദ്രൻ ചേട്ടൻ എന്താന്ന് പോലും ചോദിച്ചില്ല, എന്തായാലും ചെയ്യുന്നു. അപ്പൊ ഞാൻ ആവശ്യപ്പെട്ട ഒരു കാര്യം, ഒരു 100 ദിവസം വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഇന്ദ്രൻ ചേട്ടൻ്റെ തിരക്ക് വെച്ചിട്ട് അറിയാലോ നമുക്ക്, എല്ലാ സിനിമയിലും ഇന്ദ്രൻ ചേട്ടനെ കാണാം. അപ്പൊ ഇന്ദ്രൻ ചേട്ടന് 100 ദിവസം എന്ന് പറഞ്ഞാൽ ഏകദേശം ഇന്ദ്രൻ ചേട്ടൻ എനിക്കൊന്ന് 4-5 സിനിമ ചെയ്യും അതിനിടയ്ക്ക്. അപ്പോൾ പക്ഷെ അന്ന് ആ ഇന്ദ്രൻ ചേട്ടൻ അന്നത് യെസ് എന്ന് പറഞ്ഞു, ചെയ്യാന്ന് പറഞ്ഞു. അത് നമുക്ക് വേണ്ടി, എനിക്ക് വേണ്ടി ഇന്ദ്രൻ ചേട്ടൻ അത് 100 ദിവസം സ്പെയർ ചെയ്തു എന്ന് പറയുന്ന വലിയ കാര്യമാണ്. അല്ല, അങ്ങനെ ഒരു കഥാപാത്രമാണ്. പിന്നെ ഇവർ പ്ലാൻ ചെയ്യുമ്പോൾ അറിയാം മോശമാവില്ലല്ലോ. അപ്പോൾ നമുക്ക് ക്യാരക്ടറും സിനിമയൊക്കെ ഇഷ്ടം പോലെ കിട്ടുമെങ്കിലും നിൽക്കുന്ന വലിയ ആർട്ടിസ്റ്റുകൾക്കൊപ്പം നിൽക്കാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ ഈ ഇത്രയും പരിമിതിയുള്ള എനിക്ക് കിട്ടുക എന്ന് പറയുന്നത് എന്നെ പരിമിതി എന്ന് നമുക്ക് എങ്ങനെ പറയാം, അത് ഇന്ദ്രൻ ചേട്ടൻ പറയുന്നതാണ്. കാരണം ഈ വരുന്ന പടങ്ങളില് എല്ലാം ഭയങ്കര പെർഫോമൻസുകളാണ് തന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ തമ്മിൽ കോമ്പിനേഷൻ സീൻസ് ഉണ്ടായിരുന്നോ? ഇപ്പൊ കറുപ്പില് കൂടെ അഭിനയിച്ചതിന് ശേഷം സൂര്യ പറഞ്ഞത് എന്നെ ഞെട്ടിച്ചു എന്നുള്ള രീതിയിലാണ്. ഇന്ദ്രൻ ചേട്ടന്റെ പെർഫോമൻസ് കണ്ടപ്പോ? ഇന്ദ്രൻ ചേട്ടന്റെ എല്ലാ പടങ്ങളിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു ക്യാരക്ടർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾ കാണുമ്പോൾ, പടത്തിൽ കാണുമ്പോൾ ആ റിയൽ ഒരു ലൈഫ് കൊടുത്ത പോലെ ഉണ്ടാവും. സോ ഐ വാസ് വെരി ഇംപ്രസ്. സോ ഈ പടം അതേപോലെ ആക്ട് ചെയ്യുമ്പോഴും ശരി, ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുമ്പോഴും അത്രയ്ക്കും ഒരു ഇമ്പാക്ട്ഫുൾ ക്യാരക്ടറാണ് ചെയ്തിട്ടില്ല. ആൻഡ് അത് വെരി കൺവിൻസിങ്, ആ ഒരു ഫീൽ വരും നമ്മൾ പടം കാണുമ്പോൾ. സോ ഐ ഡോണ്ട് തിങ്ക് സാറിൻ്റെ ക്യാരക്ടർ ആരോട് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല എന്നില്ലാന്ന് എൻ്റെ അഭിപ്രായം. ചേട്ടൻ ഇങ്ങനെ പരിമിതി എന്നൊക്കെ പറയുന്നെങ്കിലും നമുക്ക് തോന്നുന്നു പറഞ്ഞാൽ, നമുക്കൊക്കെ പറഞ്ഞ പോലെ ഇതിങ്ങനെ തേച്ച് മിനുക്കിക്കൊണ്ടിരിക്കുകയാണ് ഓരോ അടുത്ത സിനിമ വരുമ്പോൾ എന്നാണ് നമുക്ക് തോന്നുന്നത്. അത് അങ്ങനെ തന്നെയാണോ? ഇതിൽ ശ്രമിക്കാറുണ്ടോ പലപ്പോഴും ആക്ടിങ്ങിലൊന്ന് മാറ്റം? ഇപ്പൊ ഇവര് പറയും പോലെ ആദ്യം ഇങ്ങോട്ട് അതിന്റെ ഒരു വിത്ത് കിട്ടുമ്പോഴേ പിന്നെ നമ്മൾ അതിനെ വളർത്താനുള്ള ക്യാരക്ടേഴ്സ് ഇപ്പൊ തേടി വരാൻ വന്നു തുടങ്ങി എന്നുള്ളതാണോ അതിന്റെ ഒരു? ഇപ്പോഴും അങ്ങനെ കിട്ടുന്നുണ്ട്. മറ്റേ അങ്ങനെ അല്ലായിരുന്നു, ഇപ്പൊ കിട്ടുന്നുണ്ട്. ഇത് ഒരു മുരളി ഗോപിയുടെ തിരക്കഥ എന്നുള്ളത് തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. മുരളി ഗോപിയുടെ തിരക്കഥകൾ നമ്മൾ ഇതിനു മുമ്പുള്ള നോക്കിക്കഴിഞ്ഞാൽ തന്നെ പൊളിറ്റിക്കൽ ആയിരിക്കും, ലേയേർഡ് ആയിരിക്കും. അപ്പോൾ ആ തിരക്കഥയ്ക്ക് ഒപ്പം പോവുമായിരുന്നോ, അതോ താങ്കൾക്ക് അതിൽ മാറ്റങ്ങൾ വരുത്തിയോ, അല്ല എങ്ങനെയായിരുന്നു ആ ഒരു കമ്മ്യൂണിക്കേഷൻ? ഞങ്ങൾ തമ്മിൽ അങ്ങനെ അതിനൊപ്പം പോകുന്നു എന്നുള്ളതല്ല. ടിയാൻ ചെയ്യുന്ന സമയത്തും അങ്ങനെ ഒരു സബ്ജക്റ്റ് പറയണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്കറിയാം അത് എല്ലാത്തരം ഓഡിയൻസിനും ഇഷ്ടപ്പെടുന്നതാവണമെന്നില്ല, മനസ്സിലാവണോ, ഇഷ്ടപ്പെടുന്നതിനപ്പുറം അത് ചില ലേയേഴ്സ്, ചില കാര്യങ്ങളെല്ലാം മനസ്സിലാവണമെന്ന് ഇല്ലയെന്ന് ഞങ്ങൾക്ക് ചെറിയൊരു ബോധ്യമുണ്ട്. പക്ഷെ അങ്ങനെയല്ല, അത് ആ സിനിമ പറയണമെന്നുണ്ടായിരുന്നു, അങ്ങനെ ചെയ്ത സിനിമയാണ്. ടിയാൻ കഴിയുമ്പോൾ തന്നെ ഞങ്ങൾ ഡിസൈഡ് ചെയ്തൊരു സിനിമയാണിത്. പക്ഷേ ഇത് കുറച്ച് സമയമെടുത്തു, കാരണം മുരളിച്ചേട്ടൻ്റെ തിരക്ക്, ഞാൻ ടിയാൻ കഴിഞ്ഞിട്ട് തമിഴിലാണ് 2 സിനിമ ചെയ്തത്. അപ്പോൾ അതിൻ്റെ തിരക്കും മുരളിച്ചേട്ടൻ്റെ തിരക്കുകളും കാരണം ഇത് കുറച്ച് വൈകി. അപ്പോൾ ഈ സിനിമയും പറയേണ്ടതാണ്, ഈ ഇങ്ങനൊരു കഥ പറയണം. എപ്പോഴും മുരളിച്ചേട്ടൻ്റെ സ്ക്രിപ്റ്റുകൾ അറിയാമല്ലോ, പറയേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. മുരളിച്ചേട്ടൻ എപ്പോഴും പറയും എനിക്ക് പറയണമെന്നുള്ളത് തോന്നുന്നതേ ഞാൻ പേപ്പർ എടുത്ത് എഴുതാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ഇല്ല, അത് വേണ്ടാന്നോ ഇത് വേണമെന്നോ ഇല്ല. ഇത് എനിക്കും എൻ്റെയും ഇഷ്ടങ്ങൾ അതാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഞാനും അങ്ങനെയുള്ള സിനിമകൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഉള്ള ഇഷ്യൂസ് ഇല്ല. ഈ മുരളി ഗോപി ഡയലോഗുകൾ പറയാൻ എങ്ങനെ ഉണ്ടായിരുന്നു? കാരണം അത് വൺ ലൈനേഴ്സ് ആവട്ടെ അല്ലെങ്കിൽ വലിയ ഡയലോഗ്സ് ആവട്ടെ, അതിന് ഭയങ്കര ഇന്റൻസിറ്റി ഉണ്ടാവും. നമുക്ക് പെർഫോമൻസ് കൊണ്ട് നമുക്ക് അതിനോട് നീതി പുലർത്തണം നമുക്ക് തോന്നിപ്പോകുന്ന രീതിയിലുള്ള ചെറിയ ഡയലോഗുകളാണെങ്കിൽ പോലും അതിന് ഭയങ്കര ഷാർപ്നെസ് ഉണ്ടാവും.
അതെങ്ങനെ ഉണ്ടായിരുന്നു ആ ഡയലോഗ്സ്? ഡയലോഗ്സ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. പടത്തിൽ വന്നിട്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ പറയുന്നതൊക്കെ തമിഴ് ഡയലോഗ്സ് ആണ്. ഓക്കെ. ബട്ട് ഇപ്പോൾ അതിന്റെ തമിഴ് ഡയലോഗ്സിന്റെ മലയാളം വേർഷൻ വന്നിട്ട് മുരളി സാർ എഴുതിയിട്ടുണ്ട്. സോ ഹി വാണ്ട്സ് സെയിം ഇൻറ്റൻസിറ്റി, അതേ ഇൻറ്റൻസിറ്റിയിൽ നമ്മ തമിഴ് ഡയലോഗ്സ് ഉണ്ടായിരിക്കണം, അതേ മോഡുലേഷൻ ഉണ്ടായിരിക്കണം. സോ ഹി വാസ് വെരി പെർട്ടിക്കുലർ. സോ അത് ഐ തിങ്ക് അത് നമ്മൾ അച്ചീവ് ചെയ്തെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. സോ ഐ തിങ്ക് വി ഡിഡ് ദാറ്റ്. സോ അതല്ലാണ്ട് മറ്റുള്ള സാറിൻ്റെ ഡയലോഗ്സിലും അടിപൊളി കുറേ ഡയലോഗ്സിലുണ്ട്. വെരി വെരി ഇൻറ്റൻസ്, വെരി ക്രിസ്പ്, വെരി ഹാർഡ് ഹിറ്റിംഗ്. അങ്ങനത്തെ ഒരു ട്രെയിലറിൽ തന്നെ വരും കുറച്ച് ഡയലോഗ്സിലൊക്കെ. സോ ഐ തിങ്ക് ഡയലോഗ്സ് വൈസ് ഇസ് ബിഗ്ഗസ്റ്റ് പ്ലസ്. ആൻഡ് വിഷ്ണുകുമാർ സാർ ഇസ് റിയലി ഷോട്ട് ദ മൂവി റിയലി വെൽ. ആ എഴുതിയ പേപ്പറിൽ എഴുതിയത് അത് കൺവേർട്ട് ചെയ്യുന്നത് എപ്പോഴും ഒരു പ്രോസസ്സാണ്. കറക്റ്റായിട്ട് കൺവേർട്ട് ചെയ്യണം. ആ കൺവേർഷൻ ഈസ് ഡൺ ഇറ്റ് ബ്യൂട്ടിഫുള്ളി. സോ പേപ്പറിൽ എന്താ എഴുതിയ അതേ സ്കെയിലിൽ വാട്ട് എവർ ഇസ് റിക്വയർഡ് ഫോർ ദ ഫിലിം ഈസ് കൺവേർട്ടഡ് ഇറ്റ് ബ്യൂട്ടിഫുള്ളി. ഇത്രയും തീപ്പൊരി ഡയലോഗുകളൊക്കെ ഉണ്ടായിട്ടാണോ ചേട്ടൻ അതിനെ ആ ക്യാരക്ടറിനെ പറ്റി കൂടുതൽ റിവീൽ ചെയ്യാത്തത്? അതുകൊണ്ടല്ല, അവിടെയൊക്കെ വളരെ ചിട്ടയാണ്. ഒരു ദീർഘം പുറത്തോട്ട് പോയാൽ അതിന്റെ അർത്ഥം മാറുമെന്ന് ശരിക്കും മുരളി സാറിന് അറിയാം. അപ്പൊ അതിൽ ഇടയ്ക്ക് കയറി ഇടപെടൂല. പക്ഷെ ഒരുമിച്ചുള്ള സീനിൽ ഇവര് തമ്മിൽ നോക്കുന്ന കാണാൻ ചിലപ്പോ അതിലൊക്കെ കൃത്യമായിട്ടുള്ള എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. സ്ക്രിപ്റ്റിലായാലും ഡയലോഗ്സിലായാലും ഒരു വരി എഴുതുമ്പോൾ അതിന് താഴെ ഒരു അർത്ഥമുണ്ട്, ആ വരിക്കും അകത്തൊരു അർത്ഥമുണ്ട്, കേൾക്കാത്ത അർത്ഥമുണ്ട്. അപ്പോൾ അത് ഉറപ്പായിട്ടും ആ സ്ക്രിപ്റ്റിന്റെ റൗണ്ടപ്പിൽ അതുണ്ട്. ഇപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ചില ബുദ്ധിമുട്ടുകൾ നോക്കിയിട്ട് ചിലത് കട്ട് ചെയ്യുകയോ കറക്റ്റ് ചെയ്യുകയോ ചെയ്താൽ അത് വേറെ ഏതെങ്കിലും സീനിനെ അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. പറയുന്ന ചില കാര്യങ്ങൾ ചിലപ്പോൾ ചെറിയൊരു ഡയലോഗ് ആയിരിക്കും. പക്ഷെ അത് ഇവിടെ പറഞ്ഞാൽ ഇപ്പോൾ ഇതിനകത്ത് ഒരു സീനിൽ ഒരു കുട്ടി ഒരാളോട് ഒരു കൈ കാണിക്കുന്നുണ്ട്. അപ്പോൾ നോർമലി നമ്മൾ സ്ക്രിപ്റ്റ് സ്റ്റഡി ചെയ്യാതെ പോവുകയാണെങ്കിൽ ചിലപ്പോൾ ആ കൈ കാണിക്കുന്നത് ആവശ്യമില്ലല്ലോ, എന്താണ് അത് നോർമലി ചെയ്യുന്നതാണെന്ന് ആലോചിക്കാം നോർമലി. അപ്പോൾ അത് കൈ കാണിക്കാതെ പോയാൽ അതൊരു 5 സീൻ കഴിയുമ്പോൾ പിന്നീട് ചിലപ്പോൾ ഷൂട്ടിംഗ് സ്റ്റേജിൽ അത് അറിയണമെന്നില്ല. മുരളീച്ചേട്ടൻ്റെ സ്ക്രിപ്റ്റിൻ്റെ ഒരു രീതി അതാണ്. എവിടെയെങ്കിലും ചിലപ്പോൾ ഒരു നോട്ടം പോലും ഇട്ടയ്ക്കുന്നത് അടുത്തൊരു 10 സീൻ കഴിയുമ്പോൾ അതിനൊരു പേ ഓഫ് ഉണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കാത്ത ഒരാൾക്ക് മുരളീച്ചേട്ടൻ്റെ സ്ക്രിപ്റ്റ് എടുത്ത് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. ഈ സിനിമയിലും അങ്ങനെ ഉണ്ട്. ഞങ്ങൾ തമ്മിൽ അതുകൊണ്ടാണ് സിനിമകൾ ചെയ്യുന്നത്. ഇപ്പൊ ടിയാനും അതുണ്ട്, ഇപ്പൊ ഈ സിനിമയിലും ഉണ്ട്. അങ്ങനെ കുറേ ലേയേഴ്സും കുറേ കഥാപാത്രങ്ങളും ഒക്കെ ഉണ്ട്. ഈ സിനിമയുടെ വേറൊരു ഹൈലൈറ്റും അല്ലെങ്കിൽ ഒരു മലയാളം സിനിമ എന്നുള്ള രീതിയിൽ തന്നെ നോക്കുമ്പോൾ ഇതിന്റെ ഒരു സ്കോറിങ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അജനീഷ് ലോകനാഥന്റെ സ്കോറിങ്ങിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ്ങിന്റെ ഈ കാലത്ത് തിയേറ്റർ എക്സ്പീരിയൻസ് കൊടുക്കുന്നതിൽ ഒരു വലിയ പാർട്ട് ചെയ്യുന്നുണ്ട് BGM എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സോങ്സ് എന്ന് പറയുന്നത്. അജനീഷ് ഇതിന് വന്നിട്ടുള്ള എത്രമാത്രം എൻഹാൻസ് ചെയ്തിട്ടുണ്ട് ഈ പടത്തിന്റെ ഒരു ഔട്ടിനെ? അജനീഷ് ഈ സിനിമയിലേക്ക് വരുന്നതിൻ്റെ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആയി നമ്മൾ ടെക്നിക്കൽ ക്രൂവിനെ ഫൈനൽ ചെയ്യുമ്പോഴാണ്. എൻ്റെ മുന്നുള്ള സിനിമകളിലെല്ലാം ടിയാൻ കഴിഞ്ഞതിന് ശേഷം ഞാൻ തമിഴ് ചെയ്ത സിനിമകളിലെല്ലാം ക്യാമറാമാൻ ആയിരുന്നു യുവ, ആർട്ട് ഡയറക്ടർ, ഫൈറ്റ് മാസ്റ്റർ. അവരൊക്കെ തന്നെയാണ് ഈ സിനിമയിലേക്ക് വന്നിട്ടുള്ളത്. കാരണം ഞാനുമായിട്ടുള്ള സിങ്ക്, കാരണം അങ്ങനെ ഒരു സിങ്ക് വളരെ ആവശ്യമാണ് വലിയ പ്രോജക്റ്റ് ആകുമ്പോൾ. അപ്പോൾ ഇതിന് മ്യൂസിക് ഡയറക്ടർ ആരെ ഫിക്സ് ചെയ്യണമെന്ന് നോക്കുമ്പോൾ ഇത് പല ടെറൈനിൽ പോകുന്ന സിനിമയായതുകൊണ്ടും അജനീഷിൻ്റെ സ്റ്റൈൽ ഓഫ് മ്യൂസിക് ഇതിന് വേണമെന്നുള്ളത് കൊണ്ടും അജനീഷിനെ കോൺടാക്ട് ചെയ്യായിരുന്നു. അജനീഷിനും സബ്ജക്റ്റ് ആയിട്ട് ഓക്കെ ആയി വന്നതാണ്. അത് ശരിയായിരുന്നു എന്നുള്ളത് അത് RR വന്ന് ഫസ്റ്റ് കോപ്പി ആകുമ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട് ആ ഡിസിഷൻ കറക്റ്റായിരുന്നു, നന്നായി ചെയ്തിട്ടുണ്ട്. ഉറുമിയിൽ നമ്മൾ വരുമ്പോൾ ഒരു മലയാള സിനിമയുടെ ഭാഗമാകുന്നു. അന്ന് ഇപ്പൊ അനന്തങ്കാടിലേക്ക് എത്തുമ്പോൾ എന്തെങ്കിലും തോന്നിയ ഏറ്റവും സ്പെസിഫിക് ആയിട്ട് തോന്നിയ ഒരു ഇമ്പോർട്ടൻറ്റ് മാറ്റം ഉണ്ടോ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ? മാറ്റം ഇപ്പൊ എല്ലാ ഇൻഡസ്ട്രിയിലും കോവിഡിന് ശേഷം ഫുൾ മാറ്റാണ്. സോ ഓഡിയൻസിന്റെ പെർസെപ്ഷനും ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്യുന്ന പടങ്ങളും വളരെ വൈഡ് റേഞ്ച് ആയിപ്പോൾ. ഇപ്പൊ നല്ല പടങ്ങൾ, ഒരു എക്സ്പെരിമെന്റൽ ഫിലിം, നല്ല കോൺസെപ്റ്റ്, ആക്ടേഴ്സ് വലിയ ആക്ടേഴ്സ് ആവശ്യമില്ല, ഒരു ന്യൂ ആക്ടേഴ്സ് ഓൾസോ ഇസ് ഓക്കെ. സോ അങ്ങനെയുള്ള ഒരു ന്യൂ വേവ് മൂവി, ന്യൂ വേവ് ജനറേഷൻ, ന്യൂ വേവ് സിനിമ ഈസ് ഹാപ്പനിങ്. സോ അത് ഒരു നല്ലൊരു എൻകറേജിങ് ഫീലാണ്. സോ നമുക്ക് എക്സ്പെരിമെന്റ് ചെയ്യാനുള്ള ഒരു സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. സോ ഇറ്റ്സ് വെരി നൈസ്. ഇറ്റ്സ് ലോട്ട് ഓഫ് ഡിഫറൻസ്. ലാസ്റ്റ് ഒരു 4 years മൂവി സിനിമ ഹാസ് ഇവോൾവ്ഡ്. ദ വ്യൂവേഴ്സ്, ഞാൻ പറയുന്ന ഓഡിയൻസിന്റെ ഇതിൽ വന്നിട്ട് അവർ റെഡി ടു സീ എനിത്തിങ് ഗുഡ്. സോ അവർക്ക് ആ തിയേറ്റർ എക്സ്പീരിയൻസ് വേണം. ജസ്റ്റ് ലൈക്ക് ദാറ്റ് ഒരു പടം ഇനി ഓടാൻ കഷ്ടമാണ്. So they want that experience in theatre.
സോ അതൊരു എൻകറേജിങ് ഫാക്ടറാണ്. മലയാളം സിനിമ നല്ലപോലെ ഫോളോ ചെയ്യാറുണ്ടോ? എല്ലാം കാണാറുണ്ട്. അടുത്തിടയിൽ കണ്ടതിൽ ഏറ്റവും ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്ത I ഒരു think ഫിലിം Vaya 2, I think അത് വളരെ വളരെ ഒരു ലൈഫ് ഓൺ സ്ക്രീൻ പോലെ ഉണ്ടായിരുന്നു. Vaya 1 also I like, but this also is very good. എല്ലാ പടവും കാണാറുണ്ടല്ലേ? കാണാറുണ്ട്. ഇന്ദ്രൻ ചേട്ടൻ എന്ത് തോന്നുന്നു? പണ്ടൊക്കെ നമ്മൾ അഭിനയിച്ചുകൊണ്ടിരുന്ന ഒരു രീതിയും ശൈലിയും അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ സ്റ്റൈലും ഒക്കെ മാറിയിട്ടുണ്ടോ ഇപ്പം? അല്ലെങ്കിൽ കിട്ടുന്ന കഥകള്, ആൾക്കാർ വന്ന് പറയുന്ന കഥകളൊക്കെ മാറിയിട്ടുണ്ടോ? കഥ മാറിയിട്ടില്ല, പക്ഷെ അതിൻ്റെ പാചകം ചെയ്തെടുക്കുന്ന രീതിയിലൊക്കെ ഒരുപാട് മാറ്റം. നമുക്ക് അത്രയും സമാധാനമൊന്നും ഇപ്പം തഞ്ചത്തിലൊന്നും പറയാൻ നിൽക്കേണ്ടതില്ല. അത്രയും പാടുപെടാതെ തന്നെ അതിനേക്കാളും ഫാസ്റ്റായിട്ട് വേറൊരു തലത്തിൽ എടുക്കാനുള്ള സൗകര്യങ്ങളുള്ളത് കൊണ്ടായിരിക്കും അങ്ങനെ വരുന്നത്. ഓക്കെ, അങ്ങനെ ഒരു മാറ്റമുണ്ട്. നല്ല മാറ്റം. അപ്പോൾ ഇന്ദ്രൻ ചേട്ടൻ എന്തായാലും ആത്മകഥ എഴുതി, ഓർമ്മക്കുറിപ്പുകൾ ഇത് ചെയ്തു. ഇതിനിടയിൽ ഈ എഴുത്തെന്നുള്ളത് ഭയങ്കര കാര്യമായിട്ടൊന്ന് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് തോന്നിയിട്ടുണ്ടോ? അത് ഒതുങ്ങിയിരുന്ന നല്ല സുഖമുള്ള പരിപാടിയാണ്. എവിടെയെങ്കിലും അടങ്ങിയിരുന്നാൽ ചെയ്യാൻ പറ്റും. പക്ഷെ ഇന്ദ്രൻ ചേട്ടൻ നല്ല തിരക്കല്ലേ? അടങ്ങിയിരിക്കണ്ട സിനിമകൾ അടങ്ങിയില്. അപ്പൊ ആര്യക്ക് എങ്ങനെ തോന്നിയിട്ടുണ്ടോ ഒരു പടം? ഇപ്പം ആര്യയുടെ ഫ്രണ്ട് വിശാൽ മകുടം എന്ന് പറഞ്ഞൊരു ഫിലിം ഡയറക്റ്റ് ചെയ്തു. ആര്യക്ക് എങ്ങനെ തോന്നിയിട്ടുണ്ടോ എനിക്കൊരു പടം ഡയറക്റ്റ് ചെയ്യണം, അങ്ങനെ തോന്നൽ ഏതെങ്കിലും? തോന്നൽ വെച്ചാൽ വേറെ ഒരുത്തർ ചെയ്യുന്നത് പറഞ്ഞിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. സോ ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. ഇപ്പോൾ ഫിലിം മേക്കിംഗ് ഫിലിമിൽ ഉണ്ടാകുമ്പോൾ ഒவ்வொരു ഡിപ്പാർട്ട്മെന്റ് യു ട്രൈ ടു ഗ്രോ. ഇപ്പോൾ പ്രശ്നം ഒരു ആക്ടറായി ലോഞ്ചായി, പിന്നെ പ്രൊഡക്ഷൻ തുടങ്ങി, പിന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. സോ ഇറ്റ്സ് എ നാച്ചുറൽ ഗ്രോത്ത്. ഇപ്പോൾ ഡയറക്ഷനൊക്കെ ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി യു നീഡ് ദാറ്റ് പേഷ്യൻസ്, യു നീഡ് ദാറ്റ് ടൈം, മെച്യൂരിറ്റി ഒക്കെ വേണം. അതൊരു മൈൻഡ് സെറ്റാണ് അത്. ഇറ്റ്സ് നോട്ട് ദാറ്റ് ഐ കനോട്ട് ഡയറക്റ്റ്. സോ ബട്ട് ആ മൈൻഡ് സെറ്റ്, ആ സ്പേസിലേക്ക് പോകാനുള്ള കഴിവും അതിൻ്റെ സ്കിൽ സെറ്റൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ചെയ്തിട്ട് വേണം പോകണം. അല്ലെങ്കിൽ ജസ്റ്റ് എല്ലാവരും ഡയറക്റ്റ് ചെയ്യുന്നുണ്ട് ഞാനും ഒരു ഡയറക്ഷൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങാൻ പറ്റില്ല. സോ ഇൻ ഫ്യൂച്ചർ ഇഫ് ഐ ഹാവ് ദാറ്റ് കപ്പാസിറ്റി, സ്കിൽ സെറ്റൊക്കെ ഐ ഫീൽ അത് എൻ്റെ കയ്യിലുണ്ടെന്ന് ഞാൻ ബോധ്യമായെങ്കിൽ മേ ബി ഐ വിൽ ഡു ഇറ്റ്. വരാൻ പോകുന്ന പ്രോജക്റ്റുകളെ പറ്റി ഒന്ന് പറയാൻ പറ്റുമോ? ഇപ്പോൾ നെക്സ്റ്റ് വന്നിട്ട് ഒരു ലവ് ഫിലിം ഒന്ന് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പ്രണയവിലാസം എന്ന് പറഞ്ഞിട്ടൊരു പടം വന്നിട്ട് മലയാളത്തിൽ. അതിൻ്റെ ഡയറക്ടർ നിഖിൽ മുരളി. ഇറ്റ്സ് എ പ്രോപ്പർ രാജാറാണിയെ പോലെയുള്ള ഒരു റോം കോം ഫിലിം. അത് വന്നിട്ട് നിഖില വെമ്മൽ ഇസ് ആക്ടഡ് ആൻഡ് വൈഷ്ണവി ഫ്രം ഹൈദരാബാദ്. സോ ഇതൊരു ലവ് സ്റ്റോറി ബിറ്റ്വീൻ ഇത് ഒരു 3 പേരിലുള്ള ലവ് സ്റ്റോറിയാണ്. പിന്നെ വേട്ടുവം എന്ന് പറഞ്ഞിട്ട് രഞ്ജിത്ത് സാറിന്റെ പടം, പാരഞ്ച് സാർ, പിന്നെ സാർപ്പോട്ടായിട്ട്. എനിക്ക് തോന്നുന്നു ആ 2 പടത്തിന് വേണ്ടി ഭയങ്കര വെയിറ്റിംഗ് ആണ് ആളുകള്. ആര്യയുടെ അതിന്റെ ഷൂട്ടിംഗ് ഉണ്ടേ തുടങ്ങാം. ഷൂട്ടിംഗ് ഫ്രം ഓഗസ്റ്റ് സാർപ്പോട്ടായിട്ട്. ഇന്ദ്രൻ ചേട്ടൻ്റെയോ എന്തായിരിക്കും അടുത്ത പ്രൊജക്റ്റുകൾ? പ്രൊജക്റ്റ് ഇത് തന്നെയാണ് ഉള്ളൊരു വലിയ പ്രൊജക്റ്റ്. പിന്നെ ചിന്ന ആശയം എന്ന് പറഞ്ഞ കൂടെ 17-19 ഇറങ്ങും. പിന്നെ ഇതാണ് അടുത്ത പ്രതീക്ഷ. എന്തായാലും ആനന്ദം കാണുന്ന എല്ലാവിധ ആശംസകളും.